ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കുറേ കാലമായി. അപ്പം വളരെ കുറച്ച് ലോ മാർക്കറ്റ് ക്യാപ്പിൽ കിടക്കുന്ന, അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന എന്ന് എനിക്ക് തോന്നുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയൊരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പ്രൊജക്റ്റാണ്. റേഡിയൻ്റ് എന്നാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. RXD എന്നാണ് ഇതിൻ്റെ സിമ്പിൾ. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിനെ മറ്റ് ലെയർ 1കളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ ഈ പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇതിൽ ഒന്നാമത്തെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് 100% ഫെയർലി ലോഞ്ച്ഡ് ആണ്. അതായത് നമ്മളിപ്പോൾ എതേറിയത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എതേറിയം പ്രീമൈൻഡ് കോയിൻസൊക്കെ കുറേ അധികം അവരുടെ ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ഏർലി ഇൻവെസ്റ്റേഴ്സിനൊക്കെ ICO ഒക്കെ നടത്തിയിട്ട് കുറേ അധികം ടോക്കൺസ് കൊടുത്തിരുന്നു. എന്നാൽ ഈ ഒരു പ്രൊജക്റ്റ് അങ്ങനെയല്ല. റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെയർലി ലോഞ്ച് ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കാസ്പ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ്. സോ ഈ ഒരു പ്രൊജക്റ്റ് ഫെയർ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്തായിട്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ റാങ്കിങ് അതുപോലെ തന്നെ ടോക്കണോമിക്സ് കാര്യങ്ങളൊക്കെ നോക്കാം. കറൻ്റ്ലി കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം 1032 ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പിലാണുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് 0.001219 ആണ്. ഓൾ ടൈം ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു വളരെ ലോ പ്രൈസിലാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി സപ്ലൈ നോക്കാം. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്, അതായത് മാക്സിമം സപ്ലൈ എന്ന് പറയുന്നത് 21 ബില്യൺ RXD ആണ്. അതിലിപ്പം സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം 11 ബില്യൺ അടുപ്പിച്ചിട്ടുള്ള RXD ടോക്കൺസ് ആണ് ഇപ്പം സർക്കുലേഷനിലുള്ളത്. അതുപോലെ തന്നെ ഇത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് കറൻ്റ്ലി അവൈലബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ MEXC, XT.com, CoinExലൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എക്സ്ചേഞ്ചുകളിലേക്കൊന്നും ലിസ്റ്റിംഗ് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു പ്രൊജക്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ അത്യാവശ്യം നല്ല വലിയ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഇതിൻ്റെ പ്രൈസിൽ കാണാൻ പറ്റുന്നതുമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതായത് മൈൻ ചെയ്ത് എടുക്കുന്ന പ്രൊജക്റ്റാണ്. ബിറ്റ് കോയിൻ എങ്ങനെയാണോ മൈൻ ചെയ്തെടുക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടിംഗ് പവർ നമ്മൾ കൊടുത്തും കൊണ്ട് ഇവരുടെ കോയിൻസ് മൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു ടോട്ടൽ മൈനിങ് എത്തുമ്പോഴേ ആ ഒരു 21 ബില്യൺ കോയിൻസും മാർക്കറ്റിലേക്ക് ഫുള്ളി വരത്തുള്ളൂ. ഇതൊരു ലെയർ 1 പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ പുതിയ പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ NFT മിൻറ്റിങ് തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ലെയർ 1ൻ്റെ മേലെ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്കിവിടെ ഇവരുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊജക്റ്റ് കുറച്ച് പഴയ പ്രൊജക്റ്റാണ്. 2022 ലോഞ്ച് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകതകളായിട്ട് ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഫുൾ ഓപ്പൺ സോഴ്സ് ആണ്. അതുപോലെ തന്നെ മറ്റ് ലെയർ 1 ബ്ലോക്ക് ചെയിനുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഇവരുടെ ട്രാൻസാക്ഷൻ ഫീസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇവരുടെ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ളൊരു റോഡ് മാപ്പ് തന്നെയാണ് ഉള്ളത്. ഇനി 2024 Q2 കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. സോ ഇവരുടെ കൃത്യമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. അവിടെ നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഇവരുടെ ട്വിറ്ററിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് അവരുടെ ട്വിറ്റർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവരുടെ പ്രൊജക്റ്റിൻ്റെ കീ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതിലൊന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഫെയർലി ലോഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സോ അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സോ അങ്ങനെ ആരും വലിയ രീതിയിൽ കോയിൻസും കാര്യങ്ങളൊന്നും ഹോൾഡ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ അത്യാവശ്യം സ്പീഡുള്ളതാണ്. 400+ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് ആണ് ഇവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ മൈക്രോ ഫീസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൾട്രാ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്സും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനുമാണ്.
അതുപോലെ തന്നെ ഇവർ കുറേയധികം കൂടുതൽ ഫീച്ചേഴ്സ് ഇനി കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. അതായത് പുതിയൊരു വാലറ്റ് അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. ഫോട്ടോണിക് വാലറ്റ് എന്ന് പറയുന്നുള്ളൊരു വാലറ്റ് അവർ കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ട്. ഈ RXDൻ്റെ ഏറ്റവും ചെറിയൊരു യൂണിറ്റിനാണ് അവർ ഫോട്ടോൺ എന്ന് പറയുന്നത്. സോ ഫോട്ടോണിക് വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലറ്റാണ് അവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ബ്ലോക്ക് ചെയിൻ്റെ മേലെ GPU മൈനബിൾ ആയിട്ടുള്ള മറ്റ് ടോക്കൺസും അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ പ്രവർത്തിക്കുന്ന മറ്റ് ടോക്കൺസും ഇവർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റ് ഇൻ്റഗ്രേഷനായിട്ട് ടാൻജം വാലറ്റുമായിട്ട് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് റേഡിയൻറ്റിൻ്റെ തന്നെ ഓൺ ഡെക്സ് ആണ്. അത് അവർക്ക് വളരെയധികം വലിയൊരു പോസിറ്റീവായിരിക്കും ആ ഒരു ഡെക്സിൻ്റെ ലോഞ്ച്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവരുടെ ട്വിറ്റർ ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ കാലം മുന്നേ ഉള്ളൊരു പ്രൊജക്റ്റാണ്. ഏകദേശം 2019 തന്നെ ഇവരുടെ ട്വിറ്റർ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2022 ഈ ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ 10 മണിക്കൂർ മുന്നേ അവർ പുതിയൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റേഡിയൻറ്റിൻ്റെ മേലെ പുതിയ GPU മൈൻഡ് ടോക്കൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് അവരവിടെ കൊടുത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ വരുന്ന ഈ ടോക്കൺസും RXD എങ്ങനെയാണ് ലോഞ്ച് ചെയ്തത് അതേപോലെ തന്നെ ഫെയർലി ലോഞ്ച്ഡ് ആയിട്ടായിരിക്കും പുറത്തിറങ്ങാനായിട്ട് പോകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പുതിയ മൈനബിൾ ടോക്കൺസിനോടൊപ്പം തന്നെ NFTസും കാര്യങ്ങളൊക്കെ ഇവരുടെ ഫോട്ടോണിക്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു GP മൈനറിൻ്റെ അണ്ടറിൽ പുതിയ മൈനിങ് ടോക്കൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൗസർ എക്സ്റ്റൻഷൻ, ഈ ഒരു ബ്രൗസർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ടോക്കൺസ് മൈൻ ചെയ്യാം എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിലൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയൊരു NFT ആപ്പും ഇവർ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ലാർജ് ഇമേജസ് ഉള്ള NFTസിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് RXDൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫെയർലി ലോഞ്ച്ഡ് പ്രൊജക്റ്റാണ്. നമുക്കറിയാം ഫെയർലി ലോഞ്ച്ഡ് പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ സീസൺസിലൊക്കെ പെർഫോം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാവുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ യാതൊരുവിധ ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് എന്തെങ്കിലുമൊക്കെ റിയൽ വേൾഡ് യൂസ് കേസ് ഉള്ളത് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിനെ ഇത് ഇപ്പം സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് എങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഡോളർ കോസ്റ്റ് ആവറേജ് ചെയ്ത് മാത്രം കോയിൻസ് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് ഘട്ടം ഘട്ടമായിട്ട് ആവറേജ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ RXD അഥവാ റേഡിയൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.